Hi friends, welcome to Biology Tutor. I am Dr. Bimal. ഇന്ന് 2 ദിവസങ്ങളായി നാം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭരണഘടനയുടെ അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറെ കുറിച്ചാണ്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ വീഡിയോയുടെ റൈറ്റ് സൈഡിൽ മുകളിലായി ഒരു കാർഡ് നിങ്ങൾക്ക് കാണാം. ആ കാർഡിൽ ഏതാനും MCQs ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സോൾവ് ചെയ്ത് നിങ്ങൾ സ്വയം എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന കാര്യം വിശകലനം ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്നലെ എടുത്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ 3 വിട്ടുപോയ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. MCQs PSCക്ക് ചോദിക്കാറുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഡോപ്റ്റഡ് നാഷണൽ ഫ്ലാഗ് ഓൺ 22nd July 1947. എന്നാണ് 22nd July 1947. National anthem and national song 24th January 1950. 24 ജനുവരി 1950 നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് 24th January 1950. നെക്സ്റ്റ് നമ്മൾ BR അംബേദ്കർ, ഡോക്ടർ ഭീംറാവു അംബേദ്കറെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തിനെ കുറിച്ചുള്ള പോയിന്റ്സ് നമുക്ക് PSC ആവർത്തിച്ച് ചോദിക്കാറുള്ളതാണ്. ഏറ്റവും ക്രിസ്പ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇത് നിങ്ങൾ പഠിക്കുക. ഫാദർ ആൻഡ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 2 രീതിയിൽ ചോദിക്കും. ഫാദർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്ടർ BR അംബേദ്കർ. ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്ടർ BR അംബേദ്കർ. First Law Minister of India, Dr. BR Ambedkar. He is known as Modern Manu. എന്താണ് മോഡേൺ മനു എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. അതുപോലെ തന്നെ മോഡേൺ ബുദ്ധ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. 1956 PSCയുടെ ക്വസ്റ്റ്യൻ ആണ്. എന്നാണ് ഡോക്ടർ BR അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചത്? 1956 അദ്ദേഹം ജനിച്ചത് മഹർ എന്ന കാച്ചിലായിരുന്നു. മഹർ മൂവ്മെന്റ് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി. അദ്ദേഹം മഹർ മൂവ്മെന്റിന്റെ സ്ഥാപകനാണ്. മഹർ മൂവ്മെന്റിന്റെ സ്ഥാപകനാണ് ഡോക്ടർ BR അംബേദ്കർ. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി അദ്ദേഹം ഫോം ചെയ്തു. എന്നാണ് 1936 അദ്ദേഹം ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി രൂപീകരിച്ചു. പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഓൾ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസ് ഇൻ ലണ്ടൻ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയായിരുന്നു ആര്? ഡോക്ടർ BR അംബേദ്കർ. ഓൾ ഇന്ത്യ ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ ചോദിക്കാറുണ്ട്. ഓൾ ഇന്ത്യ ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാപിച്ചതാരാണ്? 1942 ഡോക്ടർ ഭീംറാവു അംബേദ്കർ ആണ് ഓൾ ഇന്ത്യ ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാപിച്ചത്. പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി അദ്ദേഹം സ്ഥാപിച്ച വേറൊരു സംഘടനയാണ് പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ഇൻ 1945. ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ ഭീംറാവു അംബേദ്കർ. എന്നാണ് 1924. അദ്ദേഹം പുറത്തിറക്കിയ 2 പത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ പത്രങ്ങളുടെ പേരെന്താ? മൂക് നായക് ആൻഡ് ബഹിഷ്കൃത് ഭാരത്. ഏതാണ് മൂക് നായക് ആൻഡ് ബഹിഷ്കൃത് ഭാരത്. അംബേദ്കർ ജയന്തി, അംബേദ്കർ ജനിച്ച ദിവസം അംബേദ്കർ ജയന്തി എന്നാണ് ഏപ്രിൽ 14. എന്നാണ് ഏപ്രിൽ 14. അതേപോലെ തന്നെ അദ്ദേഹം മരിച്ച ദിവസം ഏത് ദിവസമായിട്ടാണ് ഇന്ത്യക്കാർ ആചരിക്കാറ്? മഹാപരിനിർവൺ ദിവസ് 6th December. ഒരു കാര്യം കൂടി നാം ഓർമ്മിക്കണം. ബാബറി മസ്ജിദ് പള്ളി പൊളിച്ചതെന്നാണ് December 16 1992. ഇതിനോടനുബന്ധിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഭാരത് രത്ന അദ്ദേഹത്തിന്റെ മരണാനന്തരം ഭാരത് രത്ന അവാർഡ് കൊടുത്തു. അത് ഏത് ഇയർ ആണ്? 1990. PSC ചോദിക്കാറുള്ളതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 32 സോൾ ആൻഡ് ഹാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. എന്തുകൊണ്ടാണ് ആർട്ടിക്കിൾ 32 ഇത്ര പ്രത്യേകതയുള്ള ഒരു ആർട്ടിക്കിളായി മാറിയത്? എപ്പോഴാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെടുന്നത്? ആ സമയത്ത് നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. ഇതിനുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 റൈറ്റ്സ് ടു ഫണ്ടമെന്റൽ റെമഡീസ്. അതുകൊണ്ട് തന്നെയാണ് സോൾ ആൻഡ് ഹാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഡോക്ടർ BR അംബേദ്കർ ആർട്ടിക്കിൾ 32 പറ്റി പറഞ്ഞത്. അടുത്തതായി പൂന പാക്ടിലേക്ക് നമുക്ക് കിടക്കാം. പൂന പാക്ട് ഒപ്പുവെച്ച ഡേറ്റും ഇയറും എന്നാണ് 24 September 1932. എന്തായിരുന്നു പൂന പാക്ട്? അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസേ മക്ഡൊണാൾഡ്
കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവന്നു. എന്തായിരുന്നു കമ്മ്യൂണൽ അവാർഡ്? ഇന്ത്യക്കാരുടെ ഉള്ളിൽ ഒരു ഭിന്നിപ്പ് വരുത്തി അവരെ ഭരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടി കൊണ്ടുവന്ന ഒരു സംവിധാനമായിരുന്നു കമ്മ്യൂണൽ അവാർഡ്. ആ കമ്മ്യൂണൽ അവാർഡ് ഉപയോഗിച്ച് ഇന്ത്യക്കാരെ മൈനോറിറ്റീസ്, ഷെഡ്യൂൾ കാസ്റ്റ് എന്നിവരെ മാറ്റി നിർത്തി അവർക്ക് പ്രത്യേക ഇലക്ടറൽ അവകാശങ്ങൾ കൊടുക്കുകയും ബ്രാഹ്മണരുൾപ്പെടെയുള്ള ഉയർന്ന കാസ്റ്റിലുള്ള ആൾക്കാരെ പ്രത്യേക രീതിയിൽ മാറ്റി അവർക്ക് വേറെ വോട്ടവകാശം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായിരുന്നു കമ്മ്യൂണൽ അവാർഡ്. അതിനെതിരെ ഗാന്ധിജി സമരം ചെയ്തു. എവിടെ വെച്ചിട്ടായിരുന്നു? യർവാഡ ജയിൽ, പൂനെയിലെ യർവാഡ ജയിലിൽ വെച്ച് അദ്ദേഹം സമരം ചെയ്തു. നിരാഹാര സത്യാഗ്രഹം ആയിരുന്നു നടത്തിയിരുന്നത്. ആ സമയത്ത് അംബേദ്കറും അതുപോലെ തന്നെ മദൻ മോഹൻ മാളവിയും ഏതാനും ദളിത് നേതാക്കളും കൂടി ഒപ്പിട്ട പാക്ട് ആയിരുന്നു പൂനാ പാക്ട്. എന്നാണ് പൂനാ പാക്ട് ഒപ്പുവെച്ചത്? 24 സെപ്റ്റംബർ 1932. If you like this channel, please share and subscribe. Don't forget to click the bell button.